എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊക്കെ മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. ഗോതമ്പ് വെച്ചുള്ള ഇലയുടെയാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അടുപ്പത്തേക്കൊരു പാൻ വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പം 1 സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കറുത്ത എള്ള്, ഒരു 10 ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ എള്ള്, ഉണക്കമുന്തിരി ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാനുണ്ട്, അതിനകത്ത് എന്തുമാത്രം ഉണക്കമുന്തിരി വേണം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയോ അല്ലെങ്കിൽ ശർക്കരയായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തുമാത്രം മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ആ തേങ്ങയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഞാൻ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ പാനി ഒന്ന് വറ്റി വരുന്നത് വരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള 3-4 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്ക പൊടിയാണ് കയ്യിലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ തേങ്ങയ്ക്കകത്ത് ഈ ശർക്കരയൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടും കേട്ടോ. നല്ലതായിട്ട് മധുരമൊക്കെ പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇതിരിക്കും. അങ്ങനെ ശർക്കരയിൽ ആ തേങ്ങയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് തീ ഓഫ് ചെയ്യുവാണേ. ഇനി നമുക്ക് ഇലയടയ്ക്കുള്ള ഗോതമ്പ് എടുക്കാം. ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത്രയും തന്നെ തിക്കായിട്ടിരിക്കണം കേട്ടോ. എങ്കിലേ നമ്മൾ പരത്തിയെടുക്കുമ്പം കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല. ഇലയുടെ തയ്യാറാക്കാനുള്ള ഇലയെടുത്ത് അതിലൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും മതി. എന്നിട്ട് ഒരു തവി മാവെടുത്ത് നമുക്ക് ഈ ഇലയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇച്ചിരി കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുന്നതാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ തീരെ അങ്ങ് കട്ടി കുറഞ്ഞു പോകും. ഇലയുടെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടി കുറഞ്ഞിരുന്നാലും അതൊരു നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റി ആകില്ല. കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുത്തോളൂ. ഇങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞ് അതിൽ നമുക്ക് ആവശ്യത്തിന് മധുരം, നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. മധുരമെല്ലാം വെച്ച് കഴിഞ്ഞ് നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയെടുത്ത് നേരെ അടുപ്പത്തേക്ക് വയ്ക്കാവുന്നതാണ്. അടുപ്പത്തേക്ക് ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി തട്ടും വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇലയുടെ വേവിക്കുന്ന പോലെ തന്നെ 8-9 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ചൂടൊക്കെ ആറിയ ശേഷം നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തന്നെ ഇരിക്കുന്ന ഒരു ഇലയുടെ തന്നെയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.